പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ചെറിയ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം. ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയുന്നു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിക്കുന്നതാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. നമ്മുടെ ബാഹ്യ പ്രകടനങ്ങളോ ഒന്നുമല്ല ദൈവം തൂക്കി നോക്കുന്നത്. നമ്മുടെ അന്തരംഗം അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് എങ്ങോട്ടും ഒഴിഞ്ഞു മാറുവാനോ കർത്താവിന് മറവായിട്ടോ ഒന്നുമില്ല. ഇവിടെ വളരെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ച് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയും. നമ്മുടെ പാപസ്വഭാവങ്ങളും നമ്മുടെ ബന്ധനങ്ങളും നമ്മളെ അഡിക്ഷൻസും ഒക്കെ നാം മാറ്റണം. വളരെ പെട്ടെന്നത് വേണം. അല്പമേ ഉള്ളൂ നമ്മുടെ ആയുസ്. അത് തീരുന്നതിന് മുമ്പ് ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മുടെ പാപസ്വഭാവത്തിൽ നിന്ന് നമ്മുടെ വിടുതൽ പ്രാപിക്കണം. നമ്മുടെ വിചാരങ്ങളും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ കുറ്റക്കാരാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നീതിമാൻ ഒരുത്തൻ പോലുമില്ല. നമ്മുടെ പാപസ്വഭാവത്തെ എല്ലാം വിട്ട് ദൈവത്തോട് അടുത്ത് ചേർന്ന് ജീവിപ്പാൻ. ഫലം എന്താണ്? നല്ല ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, കരുണ, ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളൊക്കെ പ്രാപിച്ചുകൊണ്ട് നാം ജീവിക്കണം. നന്മ ചെയ്ത് ജീവിക്കണം. തിന്മ വിട്ട് നാം ജീവിക്കണം. അതാകുന്നു കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി ദൈവത്തിൻ്റെ ഒരു കോടതിയുണ്ട്, നമ്മളെ വിധിക്കുന്ന ഒരു കോടതി. ദൈവം ധാരാളം അവസരം തരും. കമ്പൽ ചെയ്യത്തിൽ എങ്ങനെ വേണേലും തിരഞ്ഞെടുക്കാം. പക്ഷേ നമുക്കൊരു ന്യായവിധിയുണ്ട്. നല്ല പ്രവൃത്തികൾക്ക് നല്ല പ്രതിഫലം നമുക്ക് ലഭിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന് വിളിക്കുന്ന ഒരു സ്വരം കേൾക്കണം. ഈ ക്ഷണികമായ ജീവിതത്തിൽ നാം നന്മ നിറഞ്ഞവരായിട്ട് ജീവിക്കണം. നല്ല ഫലം കായ്ച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാത്തതിനെയൊക്കെ വെട്ടി തീയിലിട്ട് കളയും. ഒരു ശിക്ഷാവിധിയുണ്ട്. കർത്താവ് നൽകുന്ന ഒരു ശിക്ഷാവിധി ഒരു മനുഷ്യനും ഒഴിഞ്ഞു പോകുവാൻ സാധിക്കുകയില്ല. നല്ലത് ചെയ്യുന്നവരും ദുഷ്ടന്മാരായിട്ട് ജീവിക്കുന്നവർക്കും എല്ലാം ഒരു ന്യായവിധിയുണ്ട്. അതിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കണം. ആ കൃപ പ്രാപിപ്പാൻ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവർക്കും അടിയനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഒരു പുതിയ ദിവസം തന്നതിനായി സ്തോത്രം. നല്ല ഫലം കായ്ച്ചുകൊണ്ട് നന്മ ചെയ്ത് ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.